ചൂട് കൂടുന്ന സമയങ്ങളിൽ ഇഴജന്തുക്കൾ അതിൻ്റെ ഒളിയിടങ്ങൾ വിട്ട് പുറത്തേക്ക് വരും. കാരണം അതിന് നമ്മളെപ്പോലെ ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് ഭക്ഷണത്തിൻ്റെ ലഭ്യത, രണ്ട് ഒളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഈ രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവ ആകർഷിക്കപ്പെടാം. പുറത്ത് വെച്ചിരിക്കുന്ന കുട്ടികളുടെ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും ഇത് വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതൊരു മാളം പോലെ അതിന് തോന്നുന്നതുകൊണ്ട് അകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷൂ ഒക്കെ കുട്ടികളെടുത്ത് ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എങ്ങാനും പാമ്പിനെ കണ്ടാൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ചിലപ്പോൾ ഒന്നിനായിരിക്കും നമ്മൾ കണ്ടത്, ഒന്നിലധികം പാമ്പോ കുഞ്ഞുങ്ങളോ ഒക്കെ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള വനംവകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയർമാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് അതിനെ സേഫായിട്ട് എടുത്ത് മാറ്റിപ്പോകും. പലപ്പോഴും പാമ്പ് കടിച്ചാൽ ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷപ്പല്ലിൻ്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കേസുകളിൽ ഉണ്ടാകാം, ചില കേസുകളിൽ അത് ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് വെള്ളിക്കട്ടൻ പാമ്പിൻ്റെയൊക്കെ പല്ല് വളരെ ചെറുതാണ്. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങളും അപകട മരണങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് വനംവകുപ്പിൻ്റെ സർപ്പ നോഡൽ ഓഫീസറായ മുഹമ്മദ് അൻവർ. സാർ, ഈ അടുത്ത കാലത്തായി, പ്രത്യേകിച്ച് വേനൽക്കാലമായി, അതുകൊണ്ട് തന്നെ ഈ പാമ്പ് കടിയേറ്റുള്ള മരണം അത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ വേനലായതുകൊണ്ടാണോ ഈ പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ്. അടുത്ത 2-3 ദിവസങ്ങളിലായി ഒരു 3ഓളം സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഒന്ന്, തൃശ്ശൂർ ജില്ലയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. ഒരാൾ മരണപ്പെട്ടു, ഒരാൾ ചികിത്സയിലാണ്. ആ മോനിങ്ങനെ വളരെ ഗ്രാജ്വലി ഭേദപ്പെട്ടു വരുന്നു എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിനടുത്ത് കിണറിനടുത്ത് വെച്ചിട്ട് ഒരാൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. പിന്നെ ഇന്നിപ്പോൾ ചിറയൻകീഴ് വെച്ചിട്ടൊരു കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. ഇങ്ങനെ 2-3 വാർത്തകൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഒന്ന്, ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. ഒന്ന്, കടുത്ത ചൂടാണ്. നമ്മൾ മലയാളികൾ ഇതുവരെ പൊതുവെ അനുഭവിച്ച് ശീലമില്ലാത്ത തരത്തിലുള്ളൊരു ചൂടാണ്. അപ്പോൾ ചൂട് കൂടുന്ന സമയങ്ങളിൽ ഇഴജന്തുക്കൾ അതിൻ്റെ ഒളിയിടങ്ങൾ വിട്ട് പുറത്തേക്ക് വരും. കാരണം അതിന് നമ്മളെപ്പോലെ ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. നമ്മൾ ഉഷ്ണരക്തജീവികളാണ്, അവ ശീതരക്തജീവികളാണ്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ അത് പുറത്തിറങ്ങി തണുപ്പിക്കേണ്ടിയൊക്കെ വരും. ഇപ്പോൾ നമ്മളായാലും വീടിനുള്ളിൽ ഫാൻ ഓഫാക്കി AC ഒക്കെ ഓഫാക്കിയിട്ട് വീട്ടിലോ ഓഫീസിലോ ഉച്ച സമയത്തൊരു 5 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പാമ്പുകൾ ഇങ്ങനെ ബേസിക്കലി പാമ്പുകൾ മാളങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒളിയിടങ്ങൾക്കുള്ളിലോ കഴിഞ്ഞുകൂടുക, ഇരപിടിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഇണചേരാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങുക, അതാണ് അവയുടെ ഒരു ബേസിക് നേച്ചർ. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാതെ ഈ ഒരു കടുത്ത ഉഷ്ണത്തിൻ്റെ പേരിൽ അവ ഇടയ്ക്ക് പുറത്തിറങ്ങും. അപ്പോൾ ആൾക്കാരെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. മനുഷ്യനുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ എൻകൗണ്ടേഴ്സ് കൂടും. മാത്രമല്ല, ഇതോടുകൂടി വേറൊരു സംഗതിയും കൂടെ വരുന്നുണ്ട്. കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്നൊരു സീസൺ കൂടിയാണ്. അപ്പോൾ കുഞ്ഞു പാമ്പുകളെ പലയിടത്തും കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ 25 മൂർഖം പാമ്പിൻ കുഞ്ഞുങ്ങളെ ഒരേ സ്ഥലത്ത് തന്നെ കണ്ടു. കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റ ആ വീട്ടിൽ തന്നെ അടുത്ത ദിവസവും അതിനടുത്ത ദിവസമൊക്കെ പാമ്പിൻ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒരു പാമ്പും കുഞ്ഞിനെ കണ്ട സ്ഥലത്ത് വീണ്ടും കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാമ്പും കുഞ്ഞുങ്ങളുടെ ഒരു ജനിക്കുന്ന സമയത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഒളിയിടം കണ്ടെത്തി അവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടം വരെ അത് കുറച്ച് തുടർച്ചയായിട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പം വീടിൻ്റെ മുന്നിലൊക്കെ എത്തിപ്പെടാം. വീട്ടിലേക്ക് അവയെ ആകർഷിക്കുന്ന ഒളിയിടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭക്ഷണത്തിൻ്റെ ലഭ്യത, 2 ഒളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഈ രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവ ആകർഷിക്കപ്പെടാം. ഒളിക്കാൻ പറ്റുന്ന ഇടങ്ങളെന്ന് പറഞ്ഞാൽ പൊത്തുകൾ, മാളങ്ങൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പാമ്പും കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വരും. പിന്നെ കരിയിലകളൊക്കെ കൂടിക്കിടക്കുന്നു, കാട് പിടിച്ച് കിടക്കുന്നു, അതുപോലെ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു, തേങ്ങ പോലുള്ളതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു, ഇഷ്ടികയോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ വസ്തുക്കളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ പച്ചപ്പും തണുപ്പും തണലുമുള്ള സ്ഥലങ്ങൾ, അതായത് ചെടിച്ചട്ടി അല്ലെങ്കിൽ വീട്ടിൻ്റെ മുന്നിലുള്ള ലോണൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നനയ്ക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തണുപ്പും തണലും ഒക്കെ ഉണ്ടാവും.
അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ പാമ്പുകളെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാട് പിടിച്ച് കിടക്കുന്ന കാടുകളൊക്കെ നീക്കം ചെയ്യുക, മാളങ്ങളോ വിള്ളലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടയ്ക്കുക. പിന്നെ ഈ പുറത്ത് വെച്ചിരിക്കുന്ന കുട്ടികളുടെ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും ഇത് വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതൊരു മാളം പോലെ അതിന് തോന്നുന്നത് കൊണ്ട് അകത്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷൂ ഒക്കെ കുട്ടികളെടുത്ത് ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഇരജീവികളുടെ സാന്നിധ്യവും പാമ്പുകളെ ആകർഷിക്കും. എലികളൊക്കെ ഉണ്ടെങ്കിൽ പാമ്പുകൾ വരും. അപ്പോൾ എലികളെ ആകർഷിക്കുന്നത് ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ വീട്ടിൽ അലക്ഷ്യമായിട്ട് വിതറിയിടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. എലികൾ വന്നു കഴിഞ്ഞാൽ മാളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എലിയെ പിടിക്കാൻ വരുന്ന പാമ്പ് ഈ മാളത്തിനകത്തൊക്കെ കയറിയിരിക്കുകയും തുടർച്ചയായിട്ട് അവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പക്ഷികളെയൊക്കെ വളർത്തുന്ന അലങ്കാര പക്ഷികളെ വളർത്തുന്ന വീടുകളാണെങ്കിൽ ആ പക്ഷിയെ പിടിക്കാനും അതിൻ്റെ മുട്ടയെടുത്ത് കഴിക്കാനും ഒക്കെ വരുന്ന പാമ്പുകളുണ്ടാകും. പ്രത്യേകിച്ച് മൂർഖൻ അല്ലെങ്കിൽ ചേര പോലുള്ള പാമ്പുകളൊക്കെ അങ്ങനെ വരാം. അപ്പോൾ അങ്ങനെ ഈ അലങ്കാര പക്ഷികൾ, ലവ് ബേഡ്സൊക്കെ ഉള്ള വീടുകൾ ഈ ഒരു രീതിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മറ്റ് പെറ്റ്സ് ഉള്ള വീടുകളിലും ചില തരത്തിൽ അപകടങ്ങളുണ്ട്. അതായത് പൂച്ച, പട്ടിയൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ പൂച്ച എസ്പെഷ്യലി വീടിനകത്തും പുറത്തുമായിട്ട് കഴിഞ്ഞുകൂടുന്ന പൂച്ചയാണെങ്കിൽ ചിലപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ വീടിന് പുറത്തിറങ്ങുകയും ആ വീടിൻ്റെ മുറ്റത്തൊക്കെ പാമ്പും കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജീവനോടെ പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവരാനും അത് ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ബെഡ്റൂമിലും ഒക്കെ കൊണ്ടുവയ്ക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വീടിനകത്തേക്ക് പാമ്പുകൾ കയറാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ ഈ തണലിനേക്കാൾ ഉപരി ചിലപ്പോൾ പല്ലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിൻ്റെ ഇരജീവിയൊക്കെ കണ്ടിട്ടായിരിക്കും വന്ന് കയറുന്നത്. അപ്പോൾ അങ്ങനെ കയറാൻ സാധ്യതയുള്ള എൻട്രി പോയിൻറ്റ്സൊക്കെ നമ്മൾ സീൽ ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്ന് വാതിൽ തുറന്നിട്ടാൽ വാതിലിലൂടെ കയറാം, ജനാല തുറന്നിട്ടാൽ ജനാലയിലൂടെ കയറാം. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാതെ തുറന്നിടാതിരിക്കുക. വാതിൽ അടച്ചിട്ടാലും അതിൻ്റെ താഴെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കയറാം. അപ്പോൾ അത്തരം ഗ്യാപ്പുകളൊക്കെ പ്രത്യേകിച്ച് മുൻവാതിലിനും പിൻവാതിലിനും ഒക്കെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മാറ്റമൊക്കെ ഇട്ട് നമ്മളത് സീൽ ചെയ്യുക. അപ്പോൾ അത്തരം വിള്ളലുകളിലൂടെ കയറാനുള്ള ആ ഒരു എൻട്രീസ് നമ്മൾ സീൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വാഷ്റൂമിൻ്റെയൊക്കെ ബാത്റൂമിൻ്റെയൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പുകളൊക്കെ ഓപ്പൺ ആണെങ്കിൽ അതുവഴി പാമ്പുകൾ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മെഷിട്ടോ നെറ്റിട്ടോ ഒക്കെ നമ്മൾ അടയ്ക്കുക, സീൽ ചെയ്യുക. പാമ്പ് കയറി വരാത്ത രീതിയിൽ നമ്മൾ നെറ്റിടുക. പിന്നെ ഈ ജനാലയുമായിട്ടോ അല്ലെങ്കിൽ വെന്റിലേറ്ററുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പണിയായുധങ്ങളോ തൂമ്പായോ കോണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ, വിറകൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി പാമ്പ് കയറി വരാം. അപ്പോൾ അതും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ വള്ളിച്ചെടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ബോഗൻവില്ലയോ അല്ലെങ്കിൽ മറ്റ് മുന്തിരി വള്ളികളോ മണി പ്ലാന്റോ ഒക്കെ അത് എയർ ഹോളുമായിട്ടോ ജനാലയുമായിട്ടോ ഒക്കെ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പാമ്പുകൾ കയറി വരാം. അപ്പോൾ അതും അത്തരത്തിൽ കണക്ടിവിറ്റീസ് ആകാതെ ഒന്ന് ക്രോപ്പ് ചെയ്ത് ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് വീടിനകത്തും വീടിൻ്റെ പരിസരത്തുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവധിയായത് കാരണം അവർ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലൊക്കെ പോകും. അപ്പോൾ ഷൂ എടുത്ത് ഇടുമ്പം മുതൽ ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഗ്രൗണ്ടിൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ബോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പോകുന്ന കാര്യം വരെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ ഇപ്പോൾ രാത്രി അമ്പലത്തിൽ ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനോ ഒക്കെ പോയിട്ട് കുട്ടികൾ ഒന്നിച്ച് രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ കുടുംബമായിട്ട് നടന്നു പോകുന്നവരാണ്. അപ്പോൾ കുട്ടികൾ ചിലപ്പം വഴി അരികിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൂടെയൊക്കെ നടക്കും. അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അവരെ തെളിഞ്ഞ ഭാഗത്തൂടെ നടത്തുക. രാത്രിയിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിർബന്ധമായിട്ടും കയ്യിൽ ടോർച്ചോ വെളിച്ചമോ ഒക്കെ കരുതുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വീട്ടിലേക്കുള്ള വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാട് പിടിച്ച് കിടക്കാതെയും കരിയിലകൾ കൂടി കിടക്കാതെയും ഒക്കെ അത് ക്ലിയർ ആക്കിയിടുക, ക്ലീൻ ചെയ്തിടുക. ഇതൊക്കെയാണ് നമ്മുടെ വീടിനും പരിസരത്തും നമ്മൾ പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. എങ്ങാനും പാമ്പിനെ കണ്ടാൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ചിലപ്പോൾ ഒന്നിനായിരിക്കും നമ്മൾ കണ്ടത്, ഒന്നിലധികം പാമ്പോ കുഞ്ഞുങ്ങളോ ഒക്കെ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള വനംവകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയർമാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് അതിനെ സേഫായിട്ട് എടുത്ത് മാറ്റിക്കോളും. അവർ ആ പരിസരമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കണ്ടതിൽ കൂടുതൽ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചോളൂ. അപ്പോൾ സ്വമേധയാ അല്ലെങ്കിൽ സ്വയം തന്നെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാതെ അത് അപകടകരമാണ്. കടിയേറ്റ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തും. അതുകൊണ്ട് അതിന് പറ്റിയ ആൾക്കാരെ വിളിച്ച് അത് നമുക്ക് 24 മണിക്കൂറും സർവീസ് അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിൽ ഏകദേശം 3600-ൽ പരം സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ സ്ഥലത്തെത്തിയിട്ട് അതിനെ റെസ്ക്യൂ ചെയ്തോളും. അതിന് അവരെ നേരിട്ട് ഫോണിൽ വേണമെങ്കിൽ ബന്ധപ്പെടാം. അവരുടെ നമ്പറൊക്കെ ഒന്ന് കോൺടാക്റ്റിൽ സേവ് ചെയ്ത് വയ്ക്കുന്നത് ഉപകാരമായിരിക്കും. അതല്ലെങ്കിൽ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അവരെ അറിയിക്കാനും അവരുടെ ഒരു സേവനം ലഭ്യമാക്കാനും പറ്റും.
ചില വീടുകളിലെ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഈ പാമ്പുകൾ വരാതിരിക്കാൻ വേണ്ടി മണ്ണെണ്ണ തെളിക്കുക, അതുകൂടാതെ വെളുത്തുള്ളി തെളിക്കുക, അതിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. അത് വളരെ പ്രചാരത്തിലുള്ള ചില വിശ്വാസങ്ങളാണ്. അതായത് പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, നമ്മൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസസ് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. അതായത് നമ്മളെപ്പോലെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. മൂക്കിലൂടെ അവയ്ക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ ശ്വസിക്കുന്നതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ മണം കൂടി മനസ്സിലാവും. പാമ്പുകൾക്ക് അത് പറ്റത്തില്ല. അതിന് പകരം പാമ്പുകളുടെ രണ്ടായി പിരിഞ്ഞ നാക്ക് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ പരിസരത്തുള്ള വസ്തുക്കളുടെയൊക്കെ അതിൽ നിന്നുള്ള തന്മാത്രകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാവും. എസ്പെഷ്യലി ഇരജീവികളുടെ, ശത്രുക്കളുടെ, ഇണയുടെ, ഈ 3 വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടങ് ഫ്ലിക്കിങ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നാവിങ്ങനെ പുറത്തേക്ക് ഇടുമ്പം ഇത്തരം ഇരയുടെയും അതുപോലെ ഇണയുടെയും അതുപോലെ ശത്രുക്കളുടെയും ഒക്കെ ദേഹത്ത് നിന്നൊക്കെ ഉള്ള തന്മാത്രകൾ അന്തരീക്ഷത്തിലുണ്ടാവും. ഇതിങ്ങനെ പിടിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് തലച്ചോറിൻ്റെ മുൻവശത്ത് ഒരു ഓർഗനുണ്ട്, ജേക്കബ്സൺസ് ഓർഗൻ എന്നാണ് പറയുക. ആ ജേക്കബ്സൺസ് ഓർഗനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിസരത്തുള്ള ഇത്തരം ഇതിൻ്റെയൊക്കെ സാന്നിധ്യം മനസ്സിലാവും. പക്ഷേ എന്ന് വെച്ചിട്ട് ബാക്കി എല്ലാ വസ്തുക്കളുടെയും ഗന്ധത്തിലൂടെ തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കില്ല. അപ്പം മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാലും അത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ലായനികളാണ്. പലരും മണ്ണെണ്ണ സമം വെള്ളത്തോട് മിക്സ് ചെയ്തിട്ട് തളിക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മണ്ണെണ്ണ ഒരിക്കലും വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ മിക്സ് ആവുന്ന ഒരു ലിക്വിഡ് അല്ല എന്നുള്ളതാണ്. മണ്ണെണ്ണയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മണ്ണെണ്ണ തളിക്കുക, അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുക, ഡീസൽ ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടികളൊക്കെ വളർത്തുക. ചില ചെടികളെ സംബന്ധിച്ച് അങ്ങനെ വിശ്വാസമുണ്ട്. സർപ്പഗന്ധ, അണലിവേഗം, പലതരം തുളസി, രാമതുളസി, കൃഷ്ണതുളസി, കർപ്പൂര തുളസി, ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വീട്ടിൻ്റെ പരിസരത്ത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ള വിശ്വാസം തെറ്റാണ്. അങ്ങനെ അത്തരം ചെടികളിലൊക്കെ ചുറ്റിയിരുന്ന പാമ്പുകളെയൊക്കെ നമ്മുടെ സർപ്പ വോളണ്ടിയർമാർ ധാരാളം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പല ഉപകരണങ്ങൾ, സ്നേക്ക് റിപ്പല്ലൻ്റ് എന്നുള്ള രീതിയിൽ ചില കെമിക്കൽസ് ഇറങ്ങുന്നുണ്ട് ബോട്ടിലിൽ. അത് വീടിന് ചുറ്റും ഇടയ്ക്കിടയ്ക്ക് തളിച്ചാൽ മതി, അപ്പോൾ പാമ്പ് വരില്ല എന്നുള്ളത്. അത് ചിലപ്പോൾ കീടനാശിനിയൊക്കെ ആയിരിക്കാം, പക്ഷേ അത് തളിച്ചാൽ പാമ്പ് വരില്ല എന്ന്, അതിൻ്റെ മണം കൊണ്ട് പാമ്പ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, പാമ്പുകളുടെ ഓൾഫാക്ടറി സെൻസസ് അണ്ടർ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ മറ്റ് ജീവികളെ അത് റിപ്പല് ചെയ്യുമെങ്കിൽ പോലും പാമ്പുകളെ അത്തരത്തിൽ റിപ്പല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റ് ചില ഉപകരണങ്ങൾ, അതായത് കൃഷിയിടത്തിൽ പോയിട്ട് അതൊരു ഉപകരണമാണ്, അതിങ്ങനെ ഓണാക്കുമ്പോഴേക്കും അതിൽ നിന്ന് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. വൈബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം ഈ ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ പാമ്പുകൾക്ക് കേൾവിശക്തി ഇല്ല എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലൂടെയുള്ള ഓഡിബിളോ ഇനോഡിബിളോ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങൾ പാമ്പുകൾക്ക് പിടിച്ചെടുക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ് കുറവാണ്. അപ്പോൾ കൃഷിയിടങ്ങളിൽ ഒരു ഉപകരണം കൊണ്ടുവച്ച് ഓണാക്കി അത് പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലാ ജീവികളെയും അവിടെ നിന്ന് ദൂരീകരിക്കും അല്ലെങ്കിൽ ഓടിക്കുമെന്നുള്ളൊരു ധൈര്യത്തിലൊരു കർഷകൻ നിന്ന് കൃഷി അല്ലെങ്കിൽ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അപകടമാണ്. കാരണം ഇത്തരം ഓഡിബിളോ ഇനോഡിബിളോ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് ദൂരേക്ക് പോകാനുള്ള ഒരു ബയോളജിക്കലി അല്ലെങ്കിൽ ശാരീരികമായ പ്രത്യേകതകളോ സംവിധാനങ്ങളോ പാമ്പുകൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അതിന് പറ്റിയ ഹൈഡ് ഔട്ട്സ് ഒഴിവാക്കുക എന്നുള്ളതും, രണ്ട്, അതിനെ ആകർഷിക്കുന്ന ഇരകളുടെ സാന്നിധ്യം ഒഴിവാക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ പാമ്പ് കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രക്ഷിതാക്കൾക്കും ആശങ്കയാണ്. ചിലപ്പോൾ ഒരു റോസമുള്ള കയ്യിൽ കൊണ്ടതായിരിക്കും, അത്തരത്തിലൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ പാമ്പ് ആണോ കടിച്ചത് എന്നുള്ളൊരു സംശയമുണ്ടാകും. അതെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതുകൂടാതെ ഈ വിഷമുള്ള പാമ്പുകളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? വിഷമുള്ള പാമ്പുകൾ ശരിക്കും കേരളത്തിൽ ഏകദേശം 130ഓളം സ്പീഷീസ് ഉണ്ട്. അതിലൊരു 10-ൽ താഴെ സ്പീഷീസിനാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വിഷമുള്ളത്. അതിൽ തന്നെ പ്രധാനമായി 6 ഇനങ്ങളാണ് കരയിൽ കാണുന്ന പാമ്പുകൾ. ഒന്ന് മൂർഖൻ പാമ്പ്, പത്തി ഉള്ള പാമ്പാണ്. അപ്പം നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാം. പണ്ട് മുതൽ നമ്മൾ സർപ്പം, നാഗം എന്നൊക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു രൂപം, പത്തി വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പാണ് മൂർഖൻ പാമ്പ്. 2 ക്രൈറ്റാണ്, വെള്ളിക്കട്ടൻ. വെള്ളിക്കട്ടൻ വളയങ്ങളുള്ള പാമ്പാണ്. അതിൻ്റെ തിരിച്ചറിയൽ സംബന്ധിച്ച് സാധാരണക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിനെപ്പോലിരിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പാമ്പ് കടിച്ചതായിട്ട് വാർത്ത വന്നു. അത് വെള്ളിക്കട്ടനാണ് കടിച്ചതെന്ന രീതിയിലാണ് വാർത്ത വന്നത്. പക്ഷേ ആക്ച്വലി അത് ബ്രിഡൽ സ്നേക്ക് എന്ന് പറയുന്ന ഒട്ടും വിഷമില്ലാത്തൊരു സ്പീഷീസ് ആയിരുന്നു. ബുൾ സ്നേക്ക്, ബ്രിഡൽ സ്നേക്ക്, അതുപോലെ കുക്രി സ്നേക്സ്, ട്രിങ്കറ്റ്, ഇങ്ങനെയുള്ള വളയങ്ങളുള്ള ഒരുപാട് പാമ്പുകളുണ്ട്. ബഹുഭൂരിപക്ഷവും ഈ ക്രൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ വിഷമില്ലാത്ത പാമ്പുകളാണ്.
അപ്പോൾ കോമൺ ക്രൈറ്റ്, മൂർഖൻ, കോമൺ ക്രൈറ്റ് ഇത് രണ്ട് ന്യൂറോടോക്സിക്, അതായത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ്. പിന്നെ രണ്ടെണ്ണം അണലി വർഗ്ഗത്തിൽപ്പെട്ട രണ്ടെണ്ണങ്ങളാണ്. ഒന്ന് ചേനത്തണ്ടൻ എന്ന് പറയുന്ന റസൽസ് വൈപ്പർ, അത് കേരളത്തിൽ പൊതുവിൽ എല്ലായിടത്തും കാണുന്നതാണ്. രണ്ടാമത്തേത് സോസ്കൈൽഡ് വൈപ്പർ എന്ന് പറയും, ചുരുട്ടമണ്ഡലി, അത് കേരളത്തിൽ പൊതുവെ എല്ലായിടത്തും കാണപ്പെടത്തില്ല. ആദ്യം പറഞ്ഞ മൂർഖൻ, കോമൺ ക്രൈറ്റ്, റസൽസ് വൈപ്പർ ഇത് മൂന്നും കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്നതാണെങ്കിൽ ബിഗ് ഫോറിൽപ്പെട്ട നാലാമത്തെ പാമ്പായ സോസ്കൈൽഡ് വൈപ്പർ കേരളത്തിൽ കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ല ഈ 3 ജില്ലകളുടെ വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്. ഇതുകൂടാതെ ഒരു മനുഷ്യന് അപകടമുണ്ടാകാൻ സാധ്യതയുള്ള 2 വിഷപ്പാമ്പുകൾ കൂടി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയും, മുഴമൂക്കൻ കുഴിമണ്ഡലി. അത് ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വനപ്രദേശങ്ങളോട് ചേർന്ന പച്ചപ്പ് കൂടിയ കൃഷിയിടങ്ങളിലും വനപ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പാമ്പാണ്. തവിട്ട എന്നോ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നോ ഒക്കെ പറയും. പിന്നൊന്ന് രാജവെമ്പാലയാണ്. രാജവെമ്പാല പൊതുവെ ആൾക്കാരെ കടിക്കാറില്ല. അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളാണ്. അത് ചിലപ്പോൾ ഇര പിടിക്കാനോ അല്ലെങ്കിൽ ഇണചേരാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അപൂർവമായിട്ട് മാത്രമാണ് അത് ജനവാസ മേഖലകളിലേക്കൊക്കെ എത്താറ്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും പാമ്പോ അല്ലെങ്കിൽ മറ്റു വിഷജീവികളോ കടിച്ചു കഴിഞ്ഞാൽ അവർക്ക്, ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് പറയാനറിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം എന്തെങ്കിലും കുട്ടി പുറത്തു പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും ദേഹത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഈ മുള്ളുകൊണ്ടതോ അങ്ങനെ എന്തെങ്കിലും അടയാളങ്ങളുണ്ടെങ്കിൽ പാമ്പ് കടിച്ചതാണോ അല്ലെങ്കിൽ തേളോ പോലുള്ള ഏതെങ്കിലും വിഷജീവി കടിച്ചതാണോ എന്ന് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് പറ്റിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പലപ്പോഴും പാമ്പ് കടിച്ചാൽ ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന വിഷപ്പല്ലിൻ്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കേസുകളിൽ അത് ഉണ്ടാകാം, ചില കേസുകളിൽ അത് ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് വെള്ളിക്കട്ടൻ പാമ്പിൻ്റെയൊക്കെ പല്ല് വളരെ ചെറുതാണ്. അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊതുക് കുത്തിയതുപോലെയോ അല്ലെങ്കിൽ ഒരു സൂചി കൊണ്ടതുപോലെയോ മുള്ളു കൊണ്ടതുപോലെയോ ഒക്കെ മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ കുട്ടികൾ അത് ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് ന്യൂറോടോക്സിക് എൻവനമേഷൻ്റെയും ഹീമോടോക്സിക് എൻവനമേഷൻ്റെയും പ്രത്യേകം ലക്ഷണങ്ങൾ വെച്ച് നോക്കിയിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞാൽ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷം. അത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, രാജവെമ്പാല പോലുള്ള പാമ്പുകൾക്കാണ് ന്യൂറോടോക്സിക് വെനമുള്ളത്. അത് ഈ വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അടഞ്ഞു പോവുക, തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ടോസിസ് എന്ന് പറയും. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാം. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, തലചുറ്റൽ, തലകറക്കാൻ അനുഭവപ്പെടാം, വയറുവേദന. മൂർഖൻ്റെ അല്ല, വെള്ളിക്കെട്ടൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ വയറുവേദന ഒരു പൊതുവായിട്ട് കാണുന്നൊരു ലക്ഷണമാണ്. പിന്നെ ഈ സംസാരിക്കാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ട്, ഒരു തളർച്ച, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകാം. പിന്നെ അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ അത് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഹീമോടോക്സിക് വെനമാണ്. അപ്പോൾ രക്തം പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. തലചുറ്റലും തലകറക്കവും ഒക്കെ ഉണ്ടാകാം. മോണയിലൂടെയോ അല്ലെങ്കിൽ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ ഈവൻ രോമകൂപങ്ങളിൽ നിന്നോ ഒക്കെ ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ അതിൽ രക്തത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. പൊതുവിൽ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 2 വിഷപ്പല്ലിൻ്റെ അടയാളം ഉണ്ടാകും, അവിടെ ലോക്കൽ റിയാക്ഷൻ ഉണ്ടാവും, നീലിച്ച കളറുണ്ടാവും, ചുമന്ന കളറുണ്ടാവും, നീരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്തരം ലക്ഷണങ്ങളില്ലാതെ തന്നെ ഇത്തരത്തിൽ ന്യൂറോടോക്സിക്കോ ഹീമോടോക്സിക്കോ ആയിട്ടുള്ള എൻവനമേഷൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പ്രാഥമികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ. അതെ. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഡു ഇറ്റ് റൈറ്റ് എന്നാണ് പറയുക. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്ന് പറയും. RIGHT, ഡു ഇറ്റ് റൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅഷ്വർ, കടിയേറ്റ ആളെ ഭയപ്പെടുത്താതിരിക്കുക. ഭയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് അതുകൊണ്ട് തന്നെ അപകടം പറ്റാം. ചേര കടിച്ചിട്ട് പേടിച്ച് മരിച്ചുപോയ കേസുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പേടിച്ച് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, ഭയപ്പെടുത്താതിരിക്കുക. റീഅഷ്വർ. ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം മസ്കുലർ ആക്ടിവിറ്റീസ് പരമാവധി കുറയ്ക്കുക, ഇമ്മൊബിലൈസ് ചെയ്യുക. അതായത് കടിയേറ്റ ആൾ ഓടാനോ നടക്കാനോ ആയാസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനോ ആ കടിയേറ്റ ഭാഗം അനക്കാനോ ഒന്നും പാടില്ല. ഇമ്മൊബിലൈസ്. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ലഘുവായിട്ട് ചുറ്റിയിട്ട് മൊബിലൈസ് ചെയ്യാം. ട്രെയിൻഡ് ആയിട്ടുള്ള ആളില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റണ്ട. കാരണം അത് ടോർണിക്ക എഫക്റ്റ് ഉണ്ടാകും. മുറുക്കി കെട്ടുന്നത് വളരെ വളരെ അപകടകരമാണ്. RI, റീഅഷ്വർ ഇമ്മൊബിലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് GH ആണ്, ഗോ ടു ഹോസ്പിറ്റൽ.
ആൻറ്റി സ്നേക് വെനൻ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. പിന്നെ ടെൽ ദ ഡോക്ടർ, അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. ഡോക്ടറാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ. കടിയേറ്റത് വിഷമുള്ള പാമ്പിൻ്റെ ആണോ, എൻവനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ, അതോ ഡ്രൈ ബൈറ്റ് ആണോ, എത്രത്തോളം എൻവനമേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വിലയിരുത്തി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അവർക്ക് വിട്ടുകൊടുക്കുക. മറ്റ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയാവുന്ന സംഗതികളൊന്നും ഇല്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ശുശ്രൂഷ. പിന്നെ ഒഴിവാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതായത് കടിയേറ്റ ഭാഗത്തിന് മുകളിലായിട്ട് തുണി കൊണ്ടോ അല്ലെങ്കിൽ കയറ് കൊണ്ടോ ഒക്കെ മുറുക്കി കെട്ടുക വളരെ അപകടകരമാണ്, ചെയ്യാൻ പാടില്ല. കടിയേറ്റ ഭാഗം മുറിവുണ്ടാക്കിയിട്ട്, മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കിക്കളയുക. അത് വെയിൻസും ഒക്കെ കട്ടാകും, ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുള്ള അപകടങ്ങളുണ്ടാകും. മാത്രമല്ല ബ്ലഡ് എക്സ്പോസ്ഡ് ആകുമ്പോഴേക്കും എൻവനമേഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യും. മറ്റൊരാൾ, കടിയേറ്റ ആളോ മറ്റൊരാളോ ഈ കടിയേറ്റ ഭാഗത്തുനിന്ന് വായ കൊണ്ട് രക്തം വലിച്ചെടുത്ത്, വിഷം വലിച്ചെടുത്ത് തുപ്പുന്ന, നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സംഗതി, വളരെ അപകടകരമാണ്. അങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കടിയേറ്റ ആളിൻ്റെ എൻവനമേഷൻ വേഗത കൂടുകയാണ് ചെയ്യുന്നത്, വേഗത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു മസാജിങ് എഫക്റ്റ് കിട്ടും. സോപ്പിട്ട് തേച്ച് കഴിയാലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പലരും പറയാറുണ്ട് കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ സോപ്പിട്ട് നല്ലവണ്ണം തേച്ച് കഴുകണമെന്ന്. അത് വളരെ അപകടകരമാണ്. അത് പൂച്ച കടിക്കുകയോ പട്ടി കടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഈ പാത്തോജൻസിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട്. വൈറസോ ബാക്ടീരിയയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അണുക്കളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഡെറ്റോളോ സാനിറ്റൈസറോ ഒക്കെ ഉപയോഗിച്ച് ഭംഗിയായിട്ട് തേച്ച് കഴുകുന്നു. അതൊരു 5, 10, 15 മിനിറ്റ് നമ്മൾ ഭംഗിയായിട്ട് തേച്ച് കഴുകിയിട്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ആ മുറിപ്പാടിലുള്ള അണുക്കളുടെ സാന്നിധ്യം പരമാവധി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അണുക്കളുടെ സാന്നിധ്യമല്ല, മാത്രമല്ല മുറിപ്പാടിലും അല്ല. മുറിപ്പാടിൽ നിന്ന് ഒരു 5 മില്ലിമീറ്ററോ 8 മില്ലിമീറ്ററോ ഉള്ളിലായിട്ടാണ് പാമ്പ് വെനമാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അണുക്കളല്ല. അപ്പോൾ അത് കഴുകിക്കളയാൻ പറ്റത്തുമില്ല, ഉള്ളിലാണ് വെനം കിടക്കുന്നത്. മാത്രമല്ല കഴുകാൻ ശ്രമിക്കുമ്പോഴേക്കും, പ്രത്യേകിച്ച് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകുമ്പോഴേക്കും നല്ലൊരു മസാജ് അവിടെ കിട്ടുകയും ഈ വാക്സിനൊക്കെ എടുത്തിട്ട് നമ്മൾ തേച്ച് തിരുമ്മി വിടുന്നത് പോലെ ആ ഒരു മസാജ് എഫക്റ്റിൽ പെട്ടെന്ന് അത് 1 മണിക്കൂർ കൊണ്ട് ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ട വെനം 20 മിനിറ്റ് കൊണ്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് തേച്ച് കഴുകണ്ട. പിന്നെ പച്ചമരുന്നോ ഒറ്റമൂലിയോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ഇതിന് അവൈലബിൾ അല്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള അത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇനി വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചെങ്കിൽ പോലും പച്ചമരുന്നൊക്കെ അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗം അത് സെപ്റ്റിക്കായി, അത് ഇൻഫെക്ഷനായി വ്രണമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ടുന്ന സംഗതികൾ.